നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. നമുക്ക് പുതിയൊരു പാഠത്തിലേക്ക് പോകാം. പുതിയൊരു പാഠത്തിൽ നമ്മളൊരു പാഠം തുടങ്ങി വെച്ചായിരുന്നു. ബാക്കി ഏരിയയിലേക്ക് പോകാം. അതിന്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ശിലായുഗം. നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അല്ലേ? കുറച്ച് കാര്യങ്ങൾ ആ ഒരു വേർഡിൽ തന്നെ എന്താണ് നമ്മൾ ഉണ്ടല്ലേ? സ്റ്റോൺ എന്ന് വെച്ചാൽ എന്താ? കല്ല്. അപ്പൊ കല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തിനൊക്കെയോ നമ്മൾ പോകുന്നല്ലേ അതിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് പറയുമ്പോഴേക്കും നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമല്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ സ്കൂളുണ്ട്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ വണ്ടികളൊക്കെ കാണാം, റോഡ് കാണാം, ബിൽഡിങ്ങുകളൊക്കെ കാണാം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു? ആലോചിച്ചിട്ടുണ്ടോ? പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടില്ലയോ? എന്താ ആലോചിക്കാത്ത? ആണോ? ആലോചിച്ചിട്ടുണ്ടോ പണ്ട് എങ്ങനെയാണെന്ന്, ഇവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സ്ഥലമൊക്കെ മനുഷ്യൻ കണ്ടെത്തി ഇവിടെ വന്നിരുന്ന ഒരു കാലഘട്ടമല്ലേ? പക്ഷെ അതിനു മുന്നേ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് വന്നാലോ? ചെറുതായിട്ടൊന്ന് തുടങ്ങാം. എന്തിലേക്കാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മള് സ്റ്റോൺ ഏജിലേക്കാണ് പോകുന്നത്. ഇതിലെ പിക്ചർ ഒന്ന് നോക്കി. ഇതിൽ എന്തൊക്കെയുണ്ട്? അതെ, ഇപ്പം നമ്മള് ഇന്ന് ധരിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെയാണോ അത് ധരിച്ചിരിക്കുന്നത്? വ്യത്യാസമുണ്ടല്ലേ? ആ ഒരു വസ്ത്ര ആ ഒരു രീതിയിലാണോ? ആണോ? ഇന്നത്തെ രീതിയിലാണോ അന്ന് വസ്ത്രം? പിന്നെ അവര് നിൽക്കുന്ന ഒരു സ്ഥലം നോക്കി എന്ത് തോന്നുന്നു? ഇന്നത്തെ മറ്റു വീടൊക്കെയാണോ? ഒരു ഗുഹയാണോ? അല്ലെ? ആ ഗുഹയിൽ നിന്നിട്ടാണ് അവര് ഒരു ചിത്രം നമ്മള് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അന്നത്തുള്ള കാലത്തെ ആളുകൾക്ക് എന്തുണ്ടായിരുന്നില്ല? വീടുകൾ ഉണ്ടായിരുന്നില്ല. അവര് ജീവിച്ചിരുന്നത് ഗുഹയിൽ എവിടെയൊക്കെയോ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു കാലം, അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്നു, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്തുന്നതിന് മുന്നേ പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുരങ്ങിൽ നിന്നാണ് നമ്മൾ എത്തിയത്? കേട്ടില്ലേ? പരിണാമം സംഭവിച്ചാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് അതൊന്ന് നോക്കിയാലോ? ഈ പിക്ചർ നിങ്ങളൊന്ന് നോക്കി. അതിലെ പിക്ചേഴ്സ് മാത്രം എഴുതിയിരിക്കുന്നത് പിക്ചേഴ്സ് നോക്കി. പല രീതിയിലുള്ള പരിണാമം. കുരങ്ങിൽ തുടങ്ങി ഇച്ചിരി കൂടിയുള്ള ഒരു കുരങ്ങിൽ നിന്ന് ഇച്ചിരി വലുതായി നമ്മൾ ഇന്ന് നിൽക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് നിൽക്കുന്നത് ആ ഒരു ലെവലിൽ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പണ്ട് മനുഷ്യൻ ഒരു കുരങ്ങിന്റെ രൂപത്തിലുള്ള ഒന്നായിരുന്നു എന്ന് പിന്നീട് കാലക്രമേണ വളർന്ന് വലുതായാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ടീച്ചർ നമുക്ക് മനസ്സിലായില്ലേ? ഇനി സ്റ്റോറേജ് പറയുമ്പോഴേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ആ സ്റ്റോൺ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോൺ എന്ന് പറയുന്നത് കല്ലാണ്. സ്റ്റോറേജ് വേണ്ടിയിട്ട് 3ആയിട്ട് പറയാമോ? കാലിയോലിറ്റിക്, മെസോലിറ്റിക്, നിയോലിറ്റിക്. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ എത്തിയെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി 8ൽ പഠിച്ച അത്രയൊന്നും നമുക്ക് വേണ്ട. അതിൽ ചെറിയൊരു കാര്യം എന്തോ ഒന്നുകൂടെ നോക്കിയെടുക്കണം. കാലിയോലിറ്റിക് എന്താണ് അതൊന്ന് നോക്കാം. കാലിയോലിറ്റിക് എന്താണെന്നല്ല, ആ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസ് ഏതൊക്കെയായിരുന്നു നോക്കാം. നോക്കി. നമ്മളിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ? നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ടൂൾസ് ആയിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? വീടുകൾ, അടുക്കളയിലൊക്കെ വിചാരിക്കുന്നുണ്ട്, കത്താട്, അങ്ങനെയുള്ള പല ടൂൾസുകൾ. മമ്മട്ടി, കത്രിക, അത് കുന്താലി, കോടാലി, അങ്ങനെ പല ഉപയോഗിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് എന്ത് മനസ്സിലാവും? നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഇത് വെറും കല്ലാണ് എന്നല്ലേ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഇത് അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസാണ്. അതായത് അന്ന് അവർ കണ്ടെത്തി, നമ്മൾ ഇന്ന് ജനിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ഓൾറെഡി പണ്ട് ആരൊക്കെയോ കണ്ടെത്തി വെച്ചത് ഇത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. എന്നാൽ ആ കാലത്ത് ആദ്യം തീ കണ്ടെത്തിയത് പോലെ എങ്ങനെയാണ് തീ കണ്ടെത്തി? കല്ല് വെച്ചത്
താല്പര്യം വന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് മനുഷ്യൻ എന്താ പറയാ ഈ പച്ച മാംസത്തിനെക്കാട്ടി കൂടുതൽ വെന്ത മാംസത്തിനാണ്, തീയില് ചുട്ടെടുത്ത മാംസത്തിനാണ് രുചി കൂടുതലെന്ന് മനസ്സിലായി. എങ്ങനെയാണ് മനസ്സിലായത്? അതെ, നിങ്ങൾ 8ല് പഠിച്ചിട്ടുണ്ട്. കാരണം കാട്ടുതീയൊക്കെ ഉണ്ടായ ഒരു സമയത്തേക്ക് എന്താ മൃഗങ്ങളൊക്കെ അവര് കാട്ടിൽ പെട്ടുപോയി ആ തീയില് വെന്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ മൃഗങ്ങളെ അവർ കഴിച്ചു നോക്കിയപ്പോഴേക്കും എന്ത് മനസ്സിലായി? അതിന് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ അങ്ങനെ മാത്രം ഉള്ള ആനിമൽസിനെ മാത്രം അവർക്ക് കഴിക്കാൻ സാധിക്കും. അവർക്ക് ഇങ്ങനെ എപ്പോഴും സംഭവിച്ചില്ലെങ്കിലും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തിനാണ് ആനിമൽസിനെ വേട്ടയിൽ ജീവിക്കണ്ടേ, അതിന് ടൂൾസ് വേണ്ടേ? അതിനു വേണ്ടി അന്നത്തെ കാലത്ത് അവര് കണ്ടെത്തിയ കുറച്ച് ഉപകരണങ്ങളാണ്. ഇതിൽ പല പേരുകളുണ്ട്. ഹാൻഡ് ആക്സിസ്, ക്രാക്കർ, ചോപ്പർ, ഗ്രീനർ, ഇങ്ങനെ പല പേരുകളുണ്ട്. പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഇന്ന് കുറച്ചുകൂടെ പറഞ്ഞില്ലേ, പിച്ചാത്തി, കൊടുവാള്, കത്താള്, ഇങ്ങനെ പല നമ്മൾ പറഞ്ഞില്ലേ. ഇതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. അതേ ഇന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കുറച്ച് ടൂൾസ് ആണ്. ഇതിൽ മാറ്റം വന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ടൂൾസിലേക്ക് എത്തിയത്. ഇപ്പൊ ഇത്ര മനസ്സിലായത് നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? പണ്ട് നമ്മള് സ്റ്റോറേജിലാണ് തുടങ്ങി. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് യൂസ് ചെയ്യുന്ന ഡ്രസ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, കാലാട്ടം ആയിക്കോട്ടെ, എല്ലാം പണ്ടൊരു സമയത്ത് നിന്ന് മാറി പരിണാമം. മനുഷ്യൻ എവിടുന്നാണ് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു, കുറച്ചൊക്കെ പറഞ്ഞല്ലോ. സ്വരങ്ങളിൽ നിന്നുണ്ടായി പരിണാമം സംഭവിച്ച് നമ്മൾ ഇന്ന് നിൽക്കുന്ന രൂപത്തിലേക്ക് മാറുകയും കാലക്രമേണ ഇതിന് മാറ്റം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ രൂപത്തിൽ മാറ്റം വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ടൂൾസിനെ നമ്മളിപ്പോ സ്റ്റോൺ ഏജിൽ പാലിയോലിറ്റിക് ഏജിലേക്കാണ് ആ ഒരു ചാപ്റ്റർ പഠിക്കാനാണ് പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ സ്റ്റോണുകൾ ഒന്ന് നോക്കിയതാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന എന്തൊക്കെ തരം ഇതുണ്ട് ടൂൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ടൂൾസുകളുണ്ട്. ബ്ലേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ടൂളാണ്. അവിടെ നിന്ന് നമ്മൾ വലിയ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ടൂൾസ് വരെ ഉണ്ട്. അതായത് അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്യുന്ന ടൂൾസിന്റെ ഫോട്ടോസ് ആണ് ഇപ്പൊ കാണിച്ചത്. അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ?